വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ബൊലേറോ AC പിക്കപ്പുകളുടെ എക്സ്ഷോറൂം പ്രൈസ്, അതായത് AC പിക്കപ്പ് ഏതൊക്കെ വേരിയൻസ് വരുന്നുണ്ട്, അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്തൊക്കെയെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ട് ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൊലേറോ പിക്കപ്പുകളിൽ ഏതൊക്കെ വേരിയൻസിൽ അവൈലബിൾ ആണ്, അതായത് മാക്സ് സീരീസിൽ വരുന്ന വണ്ടികൾ ഇപ്പോൾ ഏതൊക്കെ വേരിയൻസിൽ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് മൊത്തത്തിൽ 4 പുതിയ വേരിയൻസ് ആണ് വന്നിട്ടുള്ളത്. നേരത്തെ 2 വേരിയൻ്റ് ഉള്ളായിരുന്നു, ഇപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് 4 വേരിയൻ്റ് ആയിരിക്കും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 വേരിയൻ്റ് ഏതൊക്കെ വാഹനങ്ങളിൽ അവൈലബിൾ ആണ് എന്നുള്ളതും ഈ വേരിയൻസിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അതുപോലെ നമ്മൾ 1.3 SXi AC വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കും, ഒന്ന് കയറി കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്തു പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പല വീഡിയോസിനും നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ട്, പക്ഷേ നമ്മുടെ ചാനലിനകത്ത് സബ്സ്ക്രൈബർ കമൻറ്റ് വളരെ കുറവാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി ഒന്ന് വലുതാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ചാനലിൽ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനർജി കിട്ടും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക, എന്നിട്ട് അവരോടൊന്നും പറയുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ ഒന്ന് എത്തിക്കാൻ പറയുക. കാരണം നമുക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു എനർജി കൂടി വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൊലേറോ പിക്കപ്പുകളുടെ പുതിയ വേരിയൻസ് എന്തൊക്കെയെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് മാക്സ് സീരീസിൽ മാത്രമാണ് ഈ വേരിയൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. 4x4-നകത്തും ക്യാമ്പറിനകത്തും പഴയ രീതി തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വേരിയൻസ് എന്തൊക്കെയെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. നമുക്ക് മൊത്തത്തിൽ 4 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്: LXi, MXi, SXi, VXi. നമുക്ക് നേരത്തെ LXും VXും വരുന്നത് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ 4 വേരിയൻസ് ഉണ്ട്. അപ്പം ഈ പറയുന്ന ഏതൊക്കെ വണ്ടികൾ ഏതൊക്കെ വേരിയൻസിലുണ്ട്, അതുപോലെ തന്നെ ഈ വേരിയൻസിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ LX അതൊരു ബേസ് വേരിയൻ്റ് ആണ്. HD സീരീസ് വരുമ്പോഴത്തേക്കും LX വേരിയൻറ്റിനകത്ത് വരുന്ന വണ്ടിക്കകത്തുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് കാണത്തില്ല. പകരം രണ്ടിടത്ത് ഹെഡ് റെസ്റ്റ് കാണും, ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഹെഡ് റെസ്റ്റ് കാണും. അതുപോലെ തന്നെ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇല്ലാതെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, ഇൻബിൽറ്റ് ECP അതായത് IMAX ടെക്നോളജി കാണത്തില്ല, കോർണറിംഗ് ലാമ്പ് കാണത്തില്ല, ഡോറിന് സൈഡിലെ ഗ്രാഫിക്സ് കാണത്തില്ല, ടെയിൽ ലാമ്പ് LED പൊസിഷൻ ആയിരിക്കത്തില്ല. അപ്പം ഈ പറഞ്ഞ LX വേരിയൻ്റ് വരുന്ന വണ്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള എല്ലാ വണ്ടികളും LX വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതായത് HD 1.3, 1.7, 1.7L, 210, അതുപോലെ സിറ്റി സീരീസ് 1.3, 1.4 എല്ലാ വണ്ടികളും LX വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് MXi എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഈ MXi വേരിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LX, അതുകൂടാതെ IMAX ടെക്നോളജി, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, ടേൺ സേഫ് ലാംപ്സ് അതായത് കോർണറിംഗ് ലാമ്പ്, ബാക്കിലത്തെ ടെയിൽ ലാമ്പ് ഒരു C-പോഷൻ LED ആയിരിക്കും, ഡോറിന് സൈഡിൽ ഒരു ഗ്രാഫിക്സ് കാണും. ഇത്രയാണ് നമുക്ക് MXiക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ VXi നമുക്ക് കണക്കൂട്ടാം ഈ ഒരു വാഹനമായിട്ട്. മനസ്സിലായില്ലേ? VXiയുടെ പുതിയൊരു പേര് മാറ്റി വന്നതാണ് ഈ ഒരു MXi എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇതിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഈ ഒരു MXi വേരിയൻറ്റിനകത്ത് 1.3 HD സീരീസ് വരുന്ന വണ്ടി അവൈലബിൾ അല്ല. ബാക്കി എല്ലാ വാഹനങ്ങളും അവൈലബിൾ. അതായത് 1.7, 1.7L, 210, സിറ്റി സീരീസ് 1.3, 1.4 ഇത്ര അവൈലബിൾ ആണ്. HD 1.3 മാത്രം ഇതിനകത്ത് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് SXi എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതൊരു എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള വേരിയൻ്റ് അല്ല, ഒരു ഒറ്റയാനെന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ 1.3 SXi AC ആ വണ്ടി വരുന്നത് ഈ വേരിയൻറ്റിനകത്താണ്. ഇതിനകത്ത് ആകെ 2 വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആ വണ്ടികൾ എന്ന് പറയുന്നത് 1.7L HD സീരീസിൽ ആ ഒരു വണ്ടിയാണ് HD സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ സിറ്റി സീരീസ് 1.3 ഈ 2 വണ്ടി മാത്രമാണ് SXi വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് LX ബേസ് വേരിയൻറ്റിൻ്റെ കൂടെ IMAX ടെക്നോളജിയും ACയും കാണും, വേറെ ഒന്നും കാണത്തില്ല. കോർണറിംഗ് ലാമ്പ് കാണത്തില്ല, ടെയിൽ ലാമ്പ് LED പൊസിഷൻ കാണത്തില്ല. പിന്നെ ഡോറിൻ്റെ സൈഡിൽ ഗ്രാഫിക്സ് കാണും. കാരണം AC വണ്ടിയായിട്ട് തന്നെ ഡോറിൻ്റെ സൈഡിൽ ഗ്രാഫിക്സ് കാണും. അതൊരു പുതിയ ഗ്രാഫിക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം 1.3 ഇതിനകത്ത് അവൈലബിൾ അല്ല, 1.7 അവൈലബിൾ അല്ല, HDക്കകത്ത് 210 അവൈലബിൾ അല്ല, സിറ്റി സീരീസിനകത്ത് 1.4 അവൈലബിൾ അല്ല. ആ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1.7L അതുപോലെ തന്നെ 1.3 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ VXi വേരിയൻ്റ് ആണ്, പുതിയ VXi വേരിയൻറ്റ്. ഇനി പുതിയ VXi വേരിയൻ്റ് എന്ന് പറയുന്നത് LXൻ്റെ കൂടെ AC കാണും, IMAX ടെക്നോളജി കാണും, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് കാണും, കോർണറിംഗ് ലാമ്പ് കാണും, ടെയിൽ ലാമ്പ് C-പോഷൻ LED ആയിരിക്കും. പിന്നെ ഡോറിൻ്റെ സൈഡിൽ പുതിയ ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. ഇത്രയാണ് പുതിയ VXiക്കകത്ത് വരുന്നത്. ഈ VXiക്കകത്ത് നമുക്ക് 1.7L HD സീരീസിലെ 1.7L അവൈലബിൾ അല്ല, 1.7L മാത്രമേ ഉള്ളൂ ഈ VXiക്കകത്ത് അവൈലബിൾ അല്ലാത്തൊരു വാഹനം. ബാക്കി എല്ലാ വണ്ടികളും ഇതിനകത്തുണ്ട്. അതായത് HD സീരീസ് നോക്കുകയാണെങ്കിൽ 1.3 ഉണ്ട്, 1.7 ഉണ്ട്, 210 ഉണ്ട്, സിറ്റി സീരീസ് 1.3 ഉണ്ട്, 1.4 ഉണ്ട്. നമുക്ക് ഈ ഒരു VXiക്കകത്ത് 1.3 ഉണ്ട് HD. പണ്ട് HD എന്ന് പറയുന്നത് LX വേരിയൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അത് HD സീരീസ് 1.3 എന്ന് പറഞ്ഞാൽ LX വേരിയൻറ്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ അതിനകത്ത് VXi വേരിയൻറ്റ് അവൈലബിൾ ആയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വാഹനങ്ങളാണ് ഈ വേരിയൻസിനകത്ത് വരുന്നത്.
അതായത് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു വേരിയൻസ് ഏതൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി കാണും. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ചെയ്ത് അതായത് ഈ വീഡിയോ കാണുന്ന ഒരാൾ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് വണ്ടി എടുക്കണം എന്നുള്ള കാര്യം അവർക്ക് ഇത് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വണ്ടി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു വീഡിയോ എത്തിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്നുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ കൊടുത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളടുത്ത് പിന്നെ എടുത്ത് പറയുന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.